ഇപ്പോൾ രാവിലെ ഞാനിന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ മിനിയാന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കപ്പക്കിഴങ്ങ് കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ ഒരു മത്തോക്ക് എന്ന് പറയും നമ്മൾ നാടൻ രീതിയിൽ. അതാണ് സംഭവം. അപ്പോൾ മത്തോക്ക് നന്നായി കഴുകിയിട്ടൊന്നുമില്ല ഞാൻ. അങ്ങനെ എൻ്റെ തൊലി കളയുക ചെയ്തത്. തൊലി കളഞ്ഞ് പിന്നെ നുറുക്കി തൊലി കളയാൻ എളുപ്പമാണ് ഇതിന്. വലിയ പീസുകളായ കാരണം നമ്മൾ പീസാക്കിയിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് വെക്കണം. അപ്പോൾ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, നുറുക്കി വെച്ചിട്ടുണ്ട്. അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇടണം. കുക്കറിന് പ്രത്യേകത ഉണ്ട്, ഒരു കൈയില്ല, ഒരു കൈയേ ഉള്ളൂ. അതിലേക്ക് കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പിട്ട്, വേണ്ട കൈയില്ല, കൈ പോയിട്ടുണ്ട്. എന്നാലും അഡ്ജസ്റ്റ്മെൻറ്റ് നല്ലൊരു കുക്കറാണ്, പാവാണത്, വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ അടുപ്പ് വേറെ പഴയ അടുപ്പ് വർക്ക് ചെയ്യണില്ല. അപ്പോൾ അതിപ്പോൾ വേറൊരെണ്ണം തൽക്കാലം വെച്ചിട്ട് വെക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളതാണ് ഈ സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി വെന്തതിന് ശേഷം നമുക്കത് കടുക് വറക്കണം. അപ്പോൾ കൊള്ളി വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേപ്പില പൊട്ടിക്കാൻ വേണ്ടി വേപ്പ് മരത്തേക്ക് പോവുകയാണ് കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ഇല പോലും ഇല്ല. പിന്നെ ഇപ്പുറത്തൊരു മരം അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നത്, അതുപോലെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഞാൻ വേപ്പില ഇട്ടത്. അപ്പോൾ വേപ്പില പൊട്ടിക്കാൻ പോയ സമയത്ത് കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. നമ്മളവിടെ കുറച്ച് പ്രാവുകളൊക്കെ ഉണ്ട്. മോൻ്റെ ഒരു ഹോബിയാണ് പ്രാവ്. കോഴികളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ക്ലീനൊന്നല്ല, ഇനിയിപ്പോൾ അതിന് ഒന്നും ഒന്നും പറയുന്നു വേണ്ട. അത്ര വലിയ ക്ലീനായിട്ട് കിടക്കണമൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഉള്ളത്. ഇതാ കൊത്തുകോഴി എന്ന് പറയും, അസീൽ തമിഴ്നാട് കോഴികളാണ് എല്ലാം. ഇവിടെ വിരിച്ചിറങ്ങിയ തട്ടല്ലതും. അപ്പം അത് കഴിഞ്ഞ് അപ്പം ഞാൻ ഒരു തേങ്ങ എടുക്കുന്നുണ്ട്. ആ തേങ്ങ ചിലപ്പോൾ എനിക്ക് ആവശ്യം വരും. ഇപ്പോൾ ഇതുവരെ ആവശ്യമായില്ല. പിന്നെ ഞാൻ ഈ ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, അതിൽ തേങ്ങയുടെ ഇത് കാണിക്കാം. അപ്പോൾ പിന്നെ അത് ബാക്കി ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ല. എൻ്റെ പൂച്ച 5-8 പൂച്ചയുണ്ടെന്ന്. പക്ഷെ എല്ലാവരും കുറേ ആൾക്കാരൊക്കെ മരിച്ചുപോയി. ഒരു നായുണ്ട് ഇവിടെ. പിന്നെ ഇതാ വേപ്പുമരം പോയി. നല്ലൊരു വേപ്പുമരമായിരുന്നു. നോക്കുമ്പോൾ വലിയ ഇലൊന്നും ഇല്ല. ഉള്ളതൊക്കെ കുറച്ച് നുള്ളിപ്പറക്കിയിട്ടുണ്ട്. ആ തുമ്പുള്ളൂ. പിന്നെ കുറച്ച് ചെടികൾ ഉണ്ട്, അതും കൂടി കാണിക്കാൻ ഇതിൻ്റെ കൂട്ടത്തിൽ. ഇതൊക്കെ നമ്മളെ ചെടികളാണ്. പിന്നെ സപ്പോട്ട മരമുണ്ട്, സപ്പോട്ട കായ്ച്ച് നിൽക്കുന്നുണ്ട്. 1-2 പഴുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പഴുക്കാനായിട്ട് മൂത്ത് നിൽക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ട് പെട്ടെന്നൊരു പഴുക്കണില്ല. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും കിച്ചണിലേക്ക്. വീടിൻ്റെ കോലം നോക്കിയിട്ടൊന്നും വിചാരിക്കണ്ട, കാരണം നമ്മൾ വൈറ്റ് വാഷ് ചെയ്യാൻ ചെയ്തിട്ട് നാട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ലാസ്റ്റ് ഇതാ ഇനി കടുക് വറുക്കാനുള്ള പരിപാടിയിലാണ്. ഉള്ളിയും മുളകും കുത്തുക എന്ന് പറയും. അപ്പോൾ ഉള്ളിമുളക് കുത്തല്ല, ഉള്ളിമുളക് മിക്സിയിലിട്ടിട്ടാണ് പൊടിക്കണത്. അപ്പോൾ അതും കൂടി നിങ്ങൾ കൺട്രോൾ കിട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ച് നമ്മൾ ബട്ടർഫ്ലൈയുടെ മിക്സിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുറേ കാലമായിട്ട് ചെറിയ പൈസക്ക് വാങ്ങിയതാണ് ഞാൻ. പിന്നെ ചട്ടി കുറേ കാലം ഉപയോഗിക്കാത്ത കാരണം അതിൻ്റെ കളറൊക്കെ അങ്ങനെ ഇരിക്കണത്. എന്നാലും കഴുകി ക്ലീനാക്കിയിട്ട് ഇതാക്കിയിട്ട്. പിന്നെ മുല്ലശ്ശേരി കോക്കനട്ട് ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മുല്ലശ്ശേരി എന്ന് ആരെയും ഇത് കാണണ്ടെങ്കിൽ ഇത് നിങ്ങളെ ബ്രാൻഡാണ് വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കടുക് പൊട്ടിക്കാം നമുക്ക്. അപ്പോൾ കടുക് ഇട്ടുണ്ട്. കടുകിനെ പൊട്ടി വരുമ്പോഴാണ് നമ്മൾ പൊടിച്ച് വെച്ച ഉള്ളി മുളകും എല്ലാം അതിലിട്ട് നന്നായി മൂപ്പിക്കണം. അതിലിട്ടിട്ടുണ്ട്. നമ്മൾ കൊഴിഞ്ഞ് പോവില്ലേ. ഒരു കയ്യിൽ ക്യാമറയാണ്, ഒരു കയ്യിൽ ഫോണും. അപ്പോൾ എല്ലാം ഫിനിഷായിട്ടുണ്ട്. നല്ലോണം മൂത്ത് വരുമ്പോൾ വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില വീണില്ല പ്ലേറ്റിൽ നിന്ന്. എന്തൊരവസ്ഥ നോക്കിയാൽ. എന്തായാലും ഇനിയൊരു ക്യാമറമാനോനെ സംഘടിപ്പിക്കണം നമുക്ക്. അപ്പോൾ വേവിച്ച കൊള്ളിയാണ് അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്
സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കഴിക്കണം ഞാൻ വീഡിയോ എടുക്കില്ല കേട്ടോ. നല്ല വിശന്നപ്പോൾ പിന്നെ പെട്ടെന്ന് കഴിച്ച്. അപ്പോൾ എൻ്റെ രാവിലത്തെ പരിപാടിയാണ് ഇപ്പോൾ ഇത്. ഇതോടെ ഇന്നത്തെ രാവിലത്തെ കഴിഞ്ഞതാണ്. ഇതുവരെ എടുത്തിട്ടുണ്ട്.